ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയും കൃഷും കൂടി എന്തായാലും ഇന്ന് ഓഫീസ് റൂമിൽ തന്നെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം തന്നെ കാണിക്കുന്നത് വരുണിനെയാണ്. വരുണിൻ്റെ അടുത്ത് അനിരുദ്ധൻ ചെല്ലുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട്, എന്തായാലും വരുണെ, നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. കൺമണിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് ശ്രമിച്ചു ധനലക്ഷ്മി. അവളെ അവിടെ നാട്ടി പുറത്താക്കിയെന്ന് പറയുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും അവൾ ഇവിടെ വന്നിട്ടുണ്ടാണ് സർ. പക്ഷേ അവൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചതും പെരുമാറിയതും. അവൾ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഇനി അവൾക്കുള്ള ശിക്ഷ ഇതിൽ കൂടുതൽ കഠിനമായിരിക്കണം എന്നും പറയുന്നുണ്ട്. അവൾ തെരുവിൽ കിടന്ന് നരകിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ് കേട്ടോ. സുമിത്രയും അതുപോലെ ബാലും ആ ഒരു ക്രിമിനൽ ലോയറും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ബലരാമനെ ഇനി ഒന്നും കൂടി പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വക്കീലിൻ്റെ സഹായം സുമിത്ര അന്വേഷിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ റൂമിനകത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗസ്റ്റ് റൂമിൽ തന്നെയാണ് കൺമണിയും കൃഷും കൂടി ഉള്ളത്. അതിനുശേഷം തന്നെ കൺമണിയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആക്ഷനുകളൊക്കെ കൃഷ് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ കൺമണിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. പക്ഷെ അവസാനം കൺമണിയുടെ നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷും കൺമണിയും ഒന്നായി ഒന്നുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് തന്നെ അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ കൺമണി. അതോടുകൂടി കൺമണിയെ ജയിച്ചു എന്ന രീതിയിൽ തന്നെ കൃഷ് സംസാരിക്കുന്നു. കൺമണിക്കും കൃഷിനും ഒരിക്കലും തന്നെ പിരിയാനായിട്ട് സാധിക്കില്ല. കൺമണിയാണെങ്കിൽ കൃഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകരുത് സർ, സർ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം അവിടെ ഒന്നാവുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രൊമോ വിശേഷം. കഴിയുന്ന നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.